കൊല്ലം ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസ്. കൊല്ലപ്പെട്ട തുഷാരയുടെ ഭർത്താവിനും ഭർതൃമാതാവിനുമെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയത്. തുഷാരയുടേത് ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു. ബിനിൽ സാബു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം? കൊലക്കുറ്റമാണോ ഇരുവർക്കും നേരെ ചുമത്തിയിരിക്കുന്നത്? മാർച്ച് 21 കൊല്ലം ഓയൂർ യുവതിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയത്. അത് സ്ത്രീധനത്തിന്റെ പേരിലാണ്. കഴിഞ്ഞ 2 വർഷമായി ഈ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പട്ടിണി എടുക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് മരിച്ചതിനു ശേഷമാണ് പോലീസ് ഇരുവരെയും, അതായത് ഈ 2 പ്രതികൾ, ഭർത്താവ് ചന്ദുലാലിനെയും ഭർതൃമാതാവ് ഗീതാലാലിനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇവരെ ചോദ്യം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ പെൺകുട്ടിയെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു കണ്ടെത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഇത് കൊലപാതകമാണ്, ഇത് വർഷങ്ങളായി ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുവെന്നും അവർ പരാതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തി. ഇതിലാണ് ഈ ആസൂത്രിതമായാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. IPC 302 പ്രകാരമാണ് ഇപ്പോൾ കൊലപാതക കുറ്റം എന്തായാലും ചുമത്തിയിരിക്കുന്നത്. 2 പേരെയും കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനുള്ള അപേക്ഷ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇതൊരു പട്ടിണിക്കിട്ടാണ് കൊലപ്പെടുത്തിയെന്ന് പോലീസിന് വ്യക്തമായത്. ഈ റിപ്പോർട്ടിൽ പറയുന്നത് മരിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് 20 കിലോ മാത്രമാണ് തൂക്കമുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ പോഷകാഹാരക്കുറവ് മൂലമാണ് ന്യൂമോണിയ ബാധിച്ചാണ് പെൺകുട്ടി മരിച്ചതെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇരുവരെയും, ഈ ഭർത്താവിനെയും ഭർതൃമാതാവിനെയും പോലീസ് കസ്റ്റഡി എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ബിനിൽ സാബു, കൊല്ലത്ത് നിന്ന്.